യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സൗന്ദര്യലഹരിയുടെ 19ാമത്തെ ശ്ലോകമാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. 18 ശ്ലോകങ്ങളും വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് കണ്ട് എഴുതിയെടുത്തും അർത്ഥം കേട്ടും പഠിച്ച് മുന്നോട്ട് പോകണം. ഇന്നത്തെ ഓം ഗുരുഭ്യോ നമഃ. ഓം ശങ്കരാചാര്യ നമഃ. സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പരാം. സൗന്ദര്യലഹരീകർത്തേ സർവമംഗളദായികേ ശങ്കരാചാര്യപര്യായ യതിരാജായ തേ നമഃ. 19ാമത്തെ ശ്ലോകം. മുഖം ബിന്ദും കൃത്വാ കുജയുഗമതസ്തന്യതതോ ഹരാബ്ദം ധ്യായേദ്യോ ഹരമഹിമ്നമന്മഥകലാം സദ്യ സംക്ഷോഭം നയതി വനിതാമിത്യതി ലഘു ത്രിലോകീമപ്യാശു ഭ്രമയതി ബിന്ദുസ്തനയുഗം. ഇന്നത്തെ 9ാമത്തെ ശ്ലോകമാണിത്. 18 വരെയുള്ളത് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. മഹാദേവന്റെ പട്ടമഹിഷിയായി ബിന്ദു രൂപത്തിൽ സഹസ്രാര പത്മത്തിൽ അമ്മ വസിക്കുന്നു. അതിൻ്റെ താഴ്ഭാഗത്തെ സ്ഥലങ്ങളും ഭഗവാന്റെ അർത്ഥമായ ദേവിയുടെ യോനിഭാഗങ്ങളിൽ ആരാണോ ഉപാസിക്കുന്നത് അവനെ എല്ലാ ദേവതകളും അവനിൽ ആകുന്നു. സൂര്യനും അമ്മയുടെ 2 സ്ഥലങ്ങൾ സൂര്യനും ചന്ദ്രനുമാകുന്നു. അവരെ എല്ലാവരും ആരാധിക്കും. 3 ലോകത്തിൻ്റെ സ്ഥലങ്ങളാണ് സൂര്യനും ചന്ദ്രനും. ഒരു സാധകൻ ധ്യാനിക്കുമ്പോൾ അമ്മയുടെ മുഖം ഒരു ബിന്ദുവായും ബിന്ദുവിൻ്റെ താഴെ സ്ഥലങ്ങളും സങ്കല്പിക്കുക. അതിന് താഴെ ഹരൻ്റെ അർദ്ധാംഗിനിയായ പ്രപഞ്ച സൃഷ്ടിയായ പ്രപഞ്ചത്തിൻ്റെ കാരണമായ യോനിയെയും അമ്മയുടെ കാമരാജ ത്രിപുരസുന്ദരിയായി സങ്കല്പിക്കുക. ത്രിപുരസുന്ദരിയിൽ മാതൃരൂപം തെളിയുന്നു. അങ്ങനെ സങ്കല്പിച്ചാൽ ആ സാധകനെ അമ്മ എളുപ്പത്തിൽ വശയാകുന്നു. ഈ ത്രിപുരസുന്ദരിയായ ദേവി ഇങ്ങനെ ആരാധിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കും. ഈ അമ്മയുടെ ദിവസവുമുള്ള ശ്ലോകങ്ങൾ വായിക്കുകയും പഠിക്കുകയും അർത്ഥം മനസ്സിലാക്കുകയും എല്ലാം ചെയ്താൽ നമുക്ക് അമ്മ വശമായി വന്നു ഭവിക്കും. നമസ്തേ.